ടോപ്പിക്കൽ ഡ്രഗ് ഓഫ് ENT. അതിൻ്റെ എക്സാമ്പിൾസും യൂസസുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്ലോറാംഫിനിക്കോൾ ഐ ഡ്രോപ്സ്. എന്താണ് ക്ലോറാംഫിനിക്കോൾ ഐ ഡ്രോപ്സ്? എ ആൻറ്റിബയോട്ടിക് ഫോർ ബാക്ടീരിയൽ ഐ ഇൻഫെക്ഷൻ. ബാക്ടീരിയൽ ഐ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ക്ലോറാംഫിനിക്കോൾ ഐ ഡ്രോപ്സ്. ഓക്കെ, അടുത്തത് ജെൻഡാമൈസിൻ ഐ ഡ്രോപ്സ്. എന്തിന് ട്രീറ്റ് ചെയ്യുന്നതാണ്? ട്രീറ്റ് കൺജൻറ്റിവിറ്റിസ്. കണ്ണിലെ കൺജൻറ്റീവ ഇല്ലേടാ, കൺജൻറ്റീവ ഇൻഫ്ലമേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ജെൻഡാമൈസിൻ ഐ ഡ്രോപ്സ് നമ്മൾ യൂസ് ചെയ്യും. അടുത്തത് സോഡാ ഗ്ലിസറിൻ അല്ലെങ്കിൽ ബോറിക് സ്പിരിറ്റ് ഇയർ ഡ്രോപ്പ്. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ഇയർ ക്ലീനിങ് ഓഫ് എന്തിന്? ഡിസ്ചാർജ് ഉണ്ടാകത്തില്ലടാ ചെവിന്ന്, അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സോഡാ ഗ്ലിസറിനോ അല്ലെങ്കിൽ ബോറിക് സ്പിരിറ്റ് ഇയർ ഡ്രോപ്പോ യൂസ് ചെയ്യും. അടുത്തത് ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ് ഫോർ ഓറൽ ഇൻഫെക്ഷൻ. വായിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, അപ്പം നമ്മൾ ഏത് മൗത്ത് വാഷാണ് യൂസ് ചെയ്യുന്നത്? ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. നേഴ്സസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കിയാലോ? യൂസ് സ്റ്റിറൈൽ ടെക്നിക് വെൻ അപ്ലൈയിങ് ഡ്രോപ്സ് യൂസ് ചെയ്യുമ്പോൾ, അതായത് തുള്ളി മരുന്നുകൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റിറൈൽ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഡു നോട്ട് ടച്ച് ദ ഡ്രോപ്പർ ടിപ്പ് ടു ഐ ഓർ ഇയർ. അതായത് ചെവിയിലോ അതേപോലെ കണ്ണിലോ ഒഴിക്കുന്ന ഡ്രോപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ടിപ്പിൽ നമ്മൾ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അത് കണ്ണിലോട്ടും ടച്ച് ചെയ്യാൻ പാടില്ല, നമ്മുടെ കൈകൊണ്ടും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അത് വേസ്റ്റ് കണ്ടീഷൻ ആക്കാനായിട്ട് എന്തുണ്ട്? ചാൻസ് ഉണ്ട്. വൈപ്പ് എക്സസ് ഫ്ലൂയിഡ് ജെന്റ്ലി. എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അത് ചിലപ്പോൾ കണ്ണിൽ ഒഴിക്കുമ്പോഴായിരിക്കാം, അത് അവിടെ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാടാ? അതിനെ വൈപ്പ് ചെയ്ത് കളയാം. അതേപോലെ റെക്കോർഡ് ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് ഇറിറ്റേഷൻ. എല്ലാം എന്ത് ചെയ്യുക? ഡോക്യുമെൻറ്റ് ചെയ്യുക. എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്യുക.